നമസ്കാരം. കുറ്റകൃത്യങ്ങൾക്ക് പട്ടാപ്പകലെന്നോ പാതിരാത്രിയെന്നോ വ്യത്യാസമില്ല. കാണാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കൊച്ചിയിൽ പിടിയിലായ ഓൺലൈൻ പെൺവാണിഭ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം ബംഗളൂരുവിലേക്ക്. സംഘത്തിന് പെൺകുട്ടിയെ എത്തിച്ചു നൽകിയവരെ കണ്ടെത്താൻ പോലീസ് ശ്രമം. ചിറ്റാറിലെ യന്ത്രഊഞ്ഞാൽ അപകടത്തിലെ പ്രധാന പ്രതി കോടതിയിൽ കീഴടങ്ങിയത് കരാറുകാരനായ ചങ്ങനാശ്ശേരി സ്വദേശി. മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം സർക്കാർ സഹായം. കോഴിക്കോട് കടയിൽ നിന്ന് വാങ്ങിയ മിഠായി കഴിക്കുന്നതിനിടെ പ്ലാസ്റ്റിക് മാലിന്യം കണ്ടെത്തി. ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്കും പോലീസിനും പരാതി നൽകി. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ദില്ലിയിൽ പട്ടാപ്പകൽ യുവതിയെ കുത്തിക്കൊന്നു. 21 തവണ കുത്തേറ്റ യുവതി തൽക്ഷണം മരിച്ചു. അക്രമിയെ നാട്ടുകാർ പിടികൂടി. ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ സഹോദരൻ ബദറുൽ ഇസ്ലാമിന്റെ രഹസ്യമൊഴി പീപ്പിൾ ടിവി പുറത്തുവിട്ടു. സംഭവ ദിവസം അമീർ തന്നെ വന്ന് കണ്ടുവെന്നും മദ്യലഹരിയിലായിരുന്നതായും ബദർ. കൊച്ചിയിൽ പിടിയിലായ ഓൺലൈൻ പെൺവാണിഭ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം ബംഗളൂരുവിലേക്ക് വ്യാപിപ്പിച്ചു. സംഘത്തിൽ നിന്നും പോലീസ് മോചിപ്പിച്ച പെൺകുട്ടിയെ വാങ്ങിയത് ബംഗളൂരുവിൽ നിന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ബംഗളൂരുവിൽ എത്തിയത്. പെൺവാണിഭ സംഘത്തിൽ നിന്നും പോലീസ് മോചിപ്പിച്ച കൊൽക്കത്ത സ്വദേശിനിയെ തങ്ങൾക്ക് കൈമാറിയത് ബംഗളൂരു സ്വദേശിയായ സായി ആണെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ബംഗളൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. മുളവുകാട് എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി ബംഗളൂരുവിലെത്തി. പെൺകുട്ടിയെ 25,000 രൂപയ്ക്ക് 5 ദിവസത്തേക്കാണ് സംഘം സായിയിൽ നിന്നും വാങ്ങിയത്. തുടർന്ന് കമ്മട്ടിപ്പാടത്തെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടത്തിവരികയായിരുന്നു. ഓൺലൈൻ വഴി ഇടപാടുറപ്പിച്ച് പെൺകുട്ടിയെ ആവശ്യക്കാർക്ക് നൽകുകയായിരുന്നു രീതി. അജി ജോണാണ് സംഘത്തലവൻ. കൂടാതെ ലോഡ്ജ് ഉടമ റെജി മാത്യു, മനീഷ് ലാൽ എന്നിവരും അറസ്റ്റിലായിരുന്നു. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ട്രാഫിക്കിംഗ് കേസുകൾ സംഭവിച്ചാൽ ഈ ശൃംഖല മുഴുവൻ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കണം. ഇത് നമ്മളിപ്പോൾ പിടിച്ചിരിക്കുന്ന ഏറ്റവും അവസാനത്തെ റിസീവിംഗ് എൻഡിലുള്ള ആളുകളെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ച് പോകേണ്ടതുണ്ട്. അറസ്റ്റിലായ പ്രതികളുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. റിമാൻഡിലായ പ്രതി അജി ജോണിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകി. ഇതിനിടെ പെൺവാണിഭ സംഘത്തിൽ നിന്നും മോചിപ്പിച്ച പെൺകുട്ടിയെ ചമ്പക്കര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. പിടിയിലായത് ഓൺലൈൻ പെൺവാണിഭം നടത്തുന്ന വൻ ശൃംഖലയിലെ കണ്ണികളാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പത്തനംതിട്ട ചിറ്റാറിലെ യന്ത്ര ഊഞ്ഞാൽ അപകടത്തിലെ പ്രധാന പ്രതി കോടതിയിൽ കീഴടങ്ങി. കരാറുകാരനായ ചങ്ങനാശ്ശേരി സ്വദേശി റഷീദാണ് പത്തനംതിട്ട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. മറ്റ് 6 പ്രതികൾ നേരത്തെ കീഴടങ്ങിയിരുന്നു. അപകടത്തിൽ മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സർക്കാർ അനുവദിച്ചു. 2 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ പത്തനംതിട്ട ചിറ്റാറിലെ യന്ത്ര ഊഞ്ഞാൽ അപകടത്തിലെ പ്രധാന പ്രതി ചങ്ങനാശ്ശേരി സ്വദേശി റഷീദാണ് കോടതിയിൽ കീഴടങ്ങിയത്. രാവിലെ വക്കീലിനൊപ്പം പത്തനംതിട്ട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയ റഷീദിനെ കോടതി റിമാൻഡ് ചെയ്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇയാൾക്കും മറ്റ് 6 പേർക്കുമെതിരെ ചിറ്റാർ പോലീസ് കേസെടുത്തിരുന്നത്. കേസിലെ മറ്റ് 6 പ്രതികൾ നേരത്തെ കോടതിയിൽ കീഴടങ്ങിയിരുന്നു. ഇവരും റിമാൻഡിലാണ്. ചിറ്റാർ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ അതിൻ്റെ ഒരു സേഫ്റ്റി ആൻഡ് പ്രിക്കോഷൻസ് ശരിക്കും അവർ നോക്കിയിട്ടില്ല എന്നുള്ള സത്യമാണ്. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ കാർണിവലിൽ സ്ഥാപിച്ച യന്ത്ര ഊഞ്ഞാലിൽ നിന്ന് വീണ 5 വയസ്സുകാരൻ അലനും സഹോദരി 15 വയസ്സുകാരി പ്രിയങ്കയും മരിച്ചിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ പ്രതികളിൽ 6 പേർ പിന്നീട് കോടതിയിൽ കീഴടങ്ങിയിരുന്നു. അപകടത്തിൽ മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സർക്കാർ അനുവദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സ്വന്തം പുരയിടത്തിൽ വിൽപ്പനയ്ക്കായി കഞ്ചാവ് നട്ടുവളർത്തിയ ആളെ എക്സൈസ് സംഘം പിടികൂടി. ഇടുക്കി ചെറുതോണിയിലാണ് സംഭവം. ചെറുകിട കഞ്ചാവ് വിൽപ്പനക്കാരനായ കുട്ടപ്പനാണ് ഈ എക്സൈസിന്റെ പിടിയിലായത്. പുരയിടത്തിൽ 2 കഞ്ചാവ് ചെടികളായിരുന്നു ഇയാൾ പരിപാലിച്ചു പോകുന്നത്. പൂത്തു തുടങ്ങിയ നിലയിലായിരുന്നു ചെടികൾ. ടോർച്ചിനുള്ളിൽ കഞ്ചാവ് കൊണ്ടു നടന്ന് വിൽപ്പന നടത്തിവരുന്ന ഇയാൾ ടോർച്ച് കുട്ടപ്പൻ എന്ന പേരിലാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ടി.എ. അശോക് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത്. പ്രിവന്റീവ് ഓഫീസർ എസ്. അനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ യൂനിസ്, സിജു, ബിജോയ്, ഷിജിൻ, സിജുമോൻ, സിനിൽകുമാർ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. പ്രതിയെ ഇടുക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ സഹോദരൻ ബഹ്റുൽ ഇസ്ലാമിന്റെ രഹസ്യമൊഴി പുറത്ത്. രഹസ്യമൊഴിയിൽ അനാറുലിനെ കുറിച്ച് പരാമർശമില്ല. ജിഷ കൊല്ലപ്പെട്ട ദിവസം അമീർ തന്നെ വന്ന് കണ്ടിരുന്നു. മദ്യപിച്ചാണ് അമീർ വന്നത്. രാത്രി 9:45 ട്രെയിനിൽ അമീർ അസമിലേക്ക് പോയെന്നും രഹസ്യമൊഴിയിൽ പറയുന്നു. രഹസ്യമൊഴിയുടെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. അമീറുൽ ഇസ്ലാമിന്റെ സഹോദരൻ ബഹ്റുൽ ഇസ്ലാം ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ജിഷ കൊല്ലപ്പെട്ട ദിവസം രാത്രി 7 മണിയോടെ അമീറുൽ തന്റെ അടുത്ത് വന്നിരുന്നുവെന്നും പണം ആവശ്യപ്പെട്ടുവെന്നും രഹസ്യമൊഴിയിൽ പറയുന്നു. മുതലാളിയോട് പൈസ ചോദിച്ചപ്പോൾ തന്നെ മർദ്ദിച്ചുവെന്നും അമീർ പറഞ്ഞതായും മൊഴിയിൽ പറയുന്നു. എന്നാൽ തന്റെ കയ്യിൽ പണമില്ലാതിരുന്നതിനാൽ ബന്ധുവായ അഷദുലിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഓട്ടോ വിളിച്ച് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് അമീർ പോയെന്നും ബഹ്റുൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇളം നീല ജീൻസ് പാന്റും യെല്ലോയിഷ് ബ്രൌൺ ഷർട്ടും ധരിച്ചിരുന്ന അമീർ തന്നെ കാണാൻ വന്നപ്പോൾ മദ്യപിച്ചിരുന്നുവെന്നും മൊഴിയിലുണ്ട്. കേസിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലെന്ന് വ്യക്തമാക്കിയ ബഹ്റുൽ മൊഴിയിൽ അനാറുളിനെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. അമീറല്ല, അനാറുളാണ് ജിഷയെ കൊലപ്പെടുത്തിയതെന്ന് ബഹ്റുൽ ഇസ്ലാം ചില മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നു. ഇതിനെ പിന്തുണച്ച് പ്രതിഭാഗം അഭിഭാഷകനും രംഗത്തെത്തിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ അമീറുളും കുറ്റം നിഷേധിച്ചിരുന്നു. എന്നാൽ അനാറുൾ എന്നൊരാൾ ഇല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം കെട്ടുകഥയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നതായാണ് പോലീസിന്റെ നിഗമനം. KM ഉമേഷ്, കൊച്ചി. ജിഷ വധക്കേസിൽ പ്രതി അമീറുൾ കോടതിയിൽ കുറ്റം നിഷേധിച്ചു. താനല്ല, അനാറുളാണ് കൊല നടത്തിയതെന്ന് അമീറുൾ കോടതിയിൽ പറഞ്ഞു. കേസിൽ കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചു. അതേസമയം അമീറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. അമീറുൽ ഇസ്ലാമിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കവെയാണ് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അമീറുൾ പറഞ്ഞത്. താനല്ല ജിഷയെ കൊലപ്പെടുത്തിയതെന്നും അനാറുളാണ് കൊലപാതകം ചെയ്തതെന്നും അമീറുൾ കോടതിയോട് പറഞ്ഞു. എന്നാൽ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ പരിഗണിക്കുന്നതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. താനല്ല ജിഷയെ കൊന്നതെന്ന് അമീറുൾ കോടതിക്ക് പുറത്തും ആവർത്തിച്ചു. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അമീറുളിന്റെ വാദം. എന്നാൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു. പ്രതിക്ക് ജാമ്യം നൽകിയാൽ വിചാരണാവേളയിൽ ഒളിവിൽ പോകുമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അതേസമയം ജിഷ വധക്കേസിൽ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചു. ഈ മാസം 26-ന് കുറ്റപത്രത്തിന്മേൽ പ്രാഥമിക വാദം നടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൗമ്യയുടെ അമ്മ സുമതി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രിയെ കണ്ട് മടങ്ങുന്നത് പൂർണ്ണ സംതൃപ്തിയോടെയാണെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു. സൗമ്യ വധക്കേസിൽ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സൗമ്യയുടെ അമ്മ മുഖ്യമന്ത്രിയെ കണ്ടത്. മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രിമാരായ മാത്യു ടി തോമസ്, ഇ ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, ഷൊർണൂർ MLA PK ശശി, സൗമ്യയുടെ മാതാവ് സുമതി, മകൻ സുമേഷ് എന്നിവർ പങ്കെടുത്തു. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളുടെ രത്നച്ചുരുക്കം മുഖ്യമന്ത്രി സൗമ്യയുടെ അമ്മയോട് വിശദീകരിച്ചു. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട സൗമ്യയുടെ മാതാവ് സർക്കാർ നടപടികളിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി ഞാൻ കണ്ടു. മുഖ്യമന്ത്രി എനിക്ക് എൻ്റെ മോളുടെ കേസിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് വിശ്വാസമുണ്ട്. MLA സാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും മുന്നിട്ടിട്ട് ഷൊർണൂർ മുതൽ ഇതുവരെ എൻ്റെ കാര്യങ്ങൾക്കെല്ലാം കൂട്ടു നിന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴും നിന്നിട്ടെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേസിൽ ഇപ്പം മുഖ്യമന്ത്രി ചെയ്തുന്ന എല്ലാം കൊണ്ടും എൻ്റെ ഈ മോളുടെ കാര്യത്തിൽ എനിക്ക് അവരെല്ലാ കാര്യങ്ങളും ഈ ഗവൺമെൻറ് എനിക്ക് ചെയ്തു തരാമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം DGP ലോക്നാഥ് ബെഹ്റയെയും സൗമ്യയുടെ മാതാവ് കണ്ടു. വധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ കനത്ത സുരക്ഷാ വലയത്തിലാണ് സൗമ്യയുടെ മാതാവിനെ തലസ്ഥാനത്തെത്തിച്ചത്. തലസ്ഥാനത്തെത്തിയ ഇവരെ പോലീസ് ട്രെയിനിംഗ് കോളേജിലാണ് താമസിപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് കടയിൽ നിന്ന് വാങ്ങിയ മിഠായിയിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം കണ്ടെത്തി. മിഠായി കഴിക്കുന്നതിനിടെയാണ് പ്ലാസ്റ്റിക് കണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്കും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. എലത്തൂർ സ്വദേശിയായ രതീഷ് തന്റെ വീട്ടിലേക്ക് വാങ്ങിയ മിഠായിയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കണ്ടെത്തിയത്. ബർത്ത്ഡേ പാർട്ടിയിൽ സുഹൃത്തിന് നൽകിയപ്പോഴാണ് കഴിക്കുന്നതിനെ മിഠായിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം കിട്ടിയത്. പ്ലാസ്റ്റിക്കിന്റെ പകുതി ഭാഗം താൻ വിഴുങ്ങിയതായും വയറിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതായും ഇവർ പറഞ്ഞു. ആർക്ക് ചോക്ലേറ്റ് കൊടുത്ത രീതി എനിക്കും കിട്ടി വന്നു. അതിൻ്റെ സാധാരണ അയച്ച് ഞാനത് ഫസ്റ്റ് കഷ്ണം വായിലിട്ട അപ്പം തന്നെ ഫസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ചവച്ചതാണ്. ആ സ്പോട്ടിൽ ഒരു ഐകിയ സാധനം തൊള്ളയിൽ വീണ സാധനം ഇതിൽമാതിരി തോന്നി. അത് ടേസ്റ്റ് ഭയങ്കര ഇതില്ല. അത് ഞാൻ സുഹൃത്തിനെ പറഞ്ഞു, ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ സംഗതി ഉണ്ട്, അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് സംശയിക്കേണ്ട രീതിയിലുള്ള ഒരു അത്രയും മോശമായ ഒരു സാധന രീതിയിലാണ് ഞങ്ങൾക്ക്
കണ്ടത്. എന്നുവെച്ചാൽ സാധാരണ പ്ലാസ്റ്റിക് കവറോ റബ്ബറിൻ്റെ പീസോ അല്ല, അതിൻ്റെ അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു വസ്തുവാണ് അതിൻ്റെ അകത്ത് കിട്ടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ എലത്തൂർ പോലീസിനും ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഉപഭോക്തൃ കോടതിയിൽ ഉടൻ പരാതിയും നൽകും. കോഴിക്കോട്ടെ ഒരു കടയിൽ നിന്നുമാണ് ഇവർ മിഠായി വാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദില്ലിയിൽ പട്ടാപ്പകൽ യുവതിയെ കുത്തിക്കൊന്നു. 21 തവണ കുത്തേറ്റ യുവതി തൽക്ഷണം മരിച്ചു. സ്വകാര്യ സ്കൂൾ അധ്യാപികയ്ക്കാണ് ദാരുണ അന്ത്യമുണ്ടായത്. അക്രമിയെ നാട്ടുകാർ പിടികൂടി. 1 വർഷമായി യുവതിയുടെ പിന്നാലെ പ്രേമാഭ്യർത്ഥനയുമായി നടക്കുന്നയാളാണ് അക്രമിയെന്ന് ദില്ലി പോലീസ് പറയുന്നു. വടക്കൻ ദില്ലിയിലെ ബുരാരിയിലാണ് രാജ്യത്തെ നടുക്കിയ സംഭവം. സ്വകാര്യ സ്കൂൾ അധ്യാപികയായ 22 വയസ്സുകാരി കരുണയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ പിന്നാലെ 1 വർഷമായി പ്രണയാഭ്യർത്ഥനയുമായി നടന്നു ശല്യം ചെയ്യുന്ന സുരേന്ദർ സിംഗ് എന്നയാളാണ് കൊല നടത്തിയത്. സ്കൂളിലേക്ക് പോവുകയായിരുന്നു യുവതി. ഇവരുടെ സമീപം ബൈക്കിലെത്തിയ അക്രമി കയ്യിലിരുന്ന ആയുധം ഉപയോഗിച്ച് മാരകമായി കുത്തി. 21 തവണയോളം കുത്തിയിട്ടുണ്ട്. നിരവധി പേർ സമീപത്തുണ്ടായിരുന്നെങ്കിലും ആക്രമണം ഭയന്ന് ആരും അടുത്തില്ല. സമീപത്തെ CCTVയിൽ ദൃശ്യങ്ങളെല്ലാം പതിഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സുരേന്ദർ സിംഗിനെതിരെ യുവതി 6 മാസം മുമ്പ് പോലീസിന് പരാതി നൽകിയിരുന്നതായി യുവതിയുടെ ബന്ധുക്കൾ അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച ഇരുവരും ഒത്തുതീർപ്പിലെത്തിയതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് ദില്ലി പോലീസിന്റെ ഭാഷ്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉറി സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ NIA അന്വേഷണം ആരംഭിച്ചു. അതേസമയം അതിർത്തിക്ക് അപ്പുറമുള്ളവരാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യ UN മനുഷ്യാവകാശ കൗൺസിലിൽ നിലപാടറിയിച്ചു. എന്നാൽ ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പാക് പ്രധാനമന്ത്രി തയ്യാറായില്ല. അതിനിടെ ഉറി മേഖലയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 8 ഭീകരരെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തി. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം, കൊലപാതകം, സ്ഫോടന വസ്തു ഉപയോഗം എന്നീ വകുപ്പുകൾക്ക് പുറമെ രാജ്യദ്രോഹത്തിനുള്ള UAPA കൂടി ചുമത്തിയാണ് ദേശീയ അന്വേഷണ ഏജൻസി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ 10 അംഗ NIA സംഘം ശ്രീനഗറിലെത്തി തെളിവ് ശേഖരണം ആരംഭിച്ചു. ഉറിയിലെ സൈനിക കേന്ദ്രത്തിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഹന്ദ്വാരയിലെ സൈനിക പോസ്റ്റിന് നേരെയും ആക്രമണം ഉണ്ടായതോടെ അടിയന്തര ഉന്നതതല യോഗം ദില്ലിയിൽ ചേർന്നു. എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം NIAയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനെതിരെ ഇന്ത്യ UN-ൽ നിലപാട് കടുപ്പിച്ചു. പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുകയാണെന്ന് വ്യക്തമാക്കിയ ഇന്ത്യ അതിർത്തിക്ക് അപ്പുറമുള്ളവരാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്നും ചൂണ്ടിക്കാട്ടി. പാക് നിലപാടിലെ അതൃപ്തി ഇന്ത്യ UN ജനറൽ അസംബ്ലിയിലും 26-ന് ഉന്നയിക്കും. ഐക്യരാഷ്ട്രസഭയ്ക്ക് പുറമെ വിവിധ രാജ്യങ്ങളിലും ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നിലപാട് ബോധ്യപ്പെടുത്താൻ വിവിധ പ്രതിനിധികളെയും ഇന്ത്യ അയക്കും. UN-ൽ ഇന്ത്യ ഈ നിലപാട് അറിയിച്ചതിന് പിന്നാലെ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ വെടിയുതിർത്തു. ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ചു. അതേസമയം ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പാക് പ്രധാനമന്ത്രി തയ്യാറായില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് നവാസ് ഷെരീഫ് ഒഴിഞ്ഞുമാറി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെയും പുറത്താക്കി. UN ജനറൽ അസംബ്ലിയുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെയാണ് പുറത്താക്കിയത്. UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായി പാക് വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. വാർത്താ സമ്മേളനത്തിനെത്തിയ പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ചൗധരി വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യൻ മാധ്യമങ്ങളെ ഹാളിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെട്ടു. NDTVയുടെ റിപ്പോർട്ടർ നമ്രത ബ്രാറിനെ ചൂണ്ടിക്കാട്ടി ഈ ഇന്ത്യനെ പുറത്താക്കൂ എന്ന് പാക് വിദേശകാര്യ സെക്രട്ടറി സംഘാടകരോട് ആവശ്യപ്പെട്ടു. പിന്നീട് നമ്രത ബ്രാറിനൊപ്പം എല്ലാ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെയും ഹാളിൽ നിന്ന് പുറത്താക്കി. അതിർത്തിക്കപ്പുറമുള്ളവരാണ് ഭീകരാക്രമണം നടത്തിയതെന്ന് ഇന്ത്യ UN മനുഷ്യാവകാശ കൗൺസിലിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു പാക് വിദേശകാര്യ സെക്രട്ടറിയുടെ അതിശയിപ്പിക്കുന്ന നിലപാട്. ഉറി സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിക്കാനും പാക് നേതാക്കൾ തയ്യാറായിട്ടില്ല. ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രതികരണമാരായാൻ ഇന്ത്യൻ മാധ്യമങ്ങൾ എത്തിയപ്പോൾ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ഒഴിഞ്ഞുമാറുകയാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയായിരുന്നു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെ പാക് വിദേശ പ്രതിനിധിയുടെ ലജ്ജിപ്പിക്കുന്ന പ്രതികരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. അന്താരാഷ്ട്ര സൈബർ സെമിനാറിനിടെ അവതാരകയോട് അപമര്യാദയായി പെരുമാറിയ പോലീസ് അസിസ്റ്റന്റ് കമാൻഡന്റ് വിനയകുമാരൻ നായർക്കെതിരെ സംഭവം നടന്ന് 1 മാസം കഴിഞ്ഞിട്ടും സർക്കാർ വകുപ്പ് തല നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. സംഭവത്തിൽ കൊല്ലം റൂറൽ SPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചാലമ്മൂട് പോലീസ് വിനയകുമാരൻ നായർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പോലീസിലെ ചില ഉന്നതർ ഇടപെട്ടാണ് വിനയകുമാരൻ നായരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിൽ നിന്ന് രക്ഷിക്കുന്നതെന്നും ആരോപണമുയരുന്നുണ്ട്. സംസ്ഥാന പോലീസ് പ്രധാന സംഘാടകരായി 1 മാസം മുമ്പ് കൊല്ലത്ത് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സൈബർ സമ്മേളനത്തിനിടെയാണ് അവതാരകയായ കോളേജ് വിദ്യാർത്ഥിനിയോട് വിനയകുമാരൻ നായർ അപമര്യാദയായി പെരുമാറിയത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട്
അസിസ്റ്റന്റ് കമാൻഡന്റ് വിനയകുമാരൻ നായരെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്നു. പിന്നീട് പെൺകുട്ടി നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കൊല്ലം റൂറൽ SP അജിത ബീഗം ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് കൊല്ലം റൂറൽ SPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചാലുമൂട് പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്താലുടൻ സസ്പെൻഷൻ ചെയ്യുകയാണ് പതിവ്. പക്ഷേ സംഭവം നടന്ന 1 മാസം കഴിഞ്ഞിട്ടും വിനയകുമാരൻ നായർക്കെതിരെ ഒരു വകുപ്പ് തല നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വിനയകുമാരൻ നായർക്ക് സ്ഥാനമാറ്റം പോലും ഉണ്ടായിട്ടില്ല. വിനയകുമാരൻ നായർ തിരുവനന്തപുരം AR ക്യാമ്പിൽ അസിസ്റ്റന്റ് കമാൻഡ് പദവിയിൽ തന്നെ തുടരുകയാണ്. ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് വിനയകുമാരൻ നായർക്കെതിരെയുള്ള നടപടി തടയുന്നതായാണ് ആക്ഷേപം. പോലീസ് ആസ്ഥാനത്ത് സീനിയർ സൂപ്രണ്ടായിരുന്ന വിനയകുമാരൻ നായരുടെ ഭാര്യ അടുത്തിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി പ്രൊമോഷനായത്. ഇതും നടപടിയെടുക്കാതിരിക്കാൻ കാരണമായിട്ടുണ്ടെന്നും ആരോപണമുയരുന്നു. അതേസമയം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ സംഭവത്തിൽ അസിസ്റ്റന്റ് കമാൻഡന്റിനെ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ പോലീസ് സേനയ്ക്കുള്ളിലും ശക്തമായ പ്രതിഷേധമുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് ഉപ്പളയിൽ പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ് എന്നിവയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ച് വ്യാപകമായി വിതരണം ചെയ്യുന്നതായി കണ്ടെത്തി. 10,000 മുതൽ 20,000 രൂപ വരെ ഫീസ് ഈടാക്കിയാണ് അക്ഷയ കേന്ദ്രം വഴി തട്ടിപ്പ് നടത്തുന്നതെന്നാണ് സൂചന. പരാതി തുടർന്ന് മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് ഉപ്പളയിലെ ഒരു അക്ഷയ കേന്ദ്രം കേന്ദ്രീകരിച്ചാണ് വിവിധ വ്യാജ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്തു വരുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത്, ഉപ്പള വില്ലേജ് എന്നീ ഓഫീസുകളുടെ പേരിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് കണ്ടെത്തിയത്. ജനന സർട്ടിഫിക്കറ്റ്, വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ് എന്നിവയാണ് വ്യാജമായി നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. നേരത്തെ അനുവദിച്ച സർട്ടിഫിക്കറ്റിന്റെ നമ്പറിൽ തന്നെ മറ്റൊരാളുടെ കൂടി പുതിയ സർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊണ്ടുള്ള തട്ടിപ്പാണ് ഏറെയും. ഇതിനു പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നതായാണ് ആരോപണം. മംഗൽപാടി പഞ്ചായത്തിൽ 100-ലധികം വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ മുൻ പഞ്ചായത്ത് അംഗവും ഇപ്പോൾ നിലവിലുള്ള ഒരു പഞ്ചായത്ത് അംഗവും, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ഒരു അക്ഷയ കേന്ദ്രം കേന്ദ്രീകരിച്ചിട്ടും ഈ പ്രവർത്തനം നടക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. സംഭവത്തിൽ 3 കേസുകളിലായി 8 പേർക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. അന്വേഷണം പൂർത്തിയാകുന്നതോടെ തട്ടിപ്പ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കും. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചവരാണ് ഇപ്പോൾ കേസിൽ പ്രതികളായിട്ടുള്ളത്. സംഭവം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് DYFI ഉപ്പളയിൽ പ്രകടനം നടത്തി. ഗുണ്ടാക്രമണങ്ങൾ കൊണ്ട് കുപ്രസിദ്ധമായ ഉപ്പളയിലും മംഗൽപാടിയിലും ഇപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റുകളും യഥേഷ്ടം ലഭിക്കുകയാണ്. ക്യാമറാമാൻ ഷൈജു ബ്ലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. വ്യവസായി VM രാധാകൃഷ്ണനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു. മലബാർ സിമന്റ്സിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. കോഴിക്കോട്ടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് വ്യവസായി VM രാധാകൃഷ്ണനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തത്. 2004 മുതൽ 2006 വരെയുള്ള കാലയളവിൽ മലബാർ സിമന്റ്സുമായി ബന്ധപ്പെട്ട് 23.5 കോടിയുടെ അഴിമതി നടന്നെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിൽ VM രാധാകൃഷ്ണൻ പ്രതിയുമാണ്. 4 കേസുകളിലാണ് വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുമുള്ളത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നും പണം എങ്ങനെ ചെലവഴിച്ചു എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. മലബാർ സിമന്റുമായിട്ട് ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത് ചാർജ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡീറ്റെയിൽസ് ചോദിക്കാനാണ്. അന്ന് എങ്ങനെ പണം വന്ന് എങ്ങനെ പോയി, സ്വാഭാവികമല്ലേ, അത് ചോദിച്ചാണ്. എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രവീണിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഇനിയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് VM രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കുറ്റ്യാടി കടന്തറ പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 5ആയി. ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. കുട്ടിക്കുന്നിൽ ദേവദാസിന്റെ മകൻ വിപിൻദാസിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ദുരന്ത കാഴ്ചയിലേക്ക്. കുറ്റ്യാടി കടന്തറപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയ കോതോട് സ്വദേശി വിപിൻദാസിന്റെ മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തിയത്. പൂഴിത്തോട് പവർ ഹൗസിന്റെ സമീപത്ത് നിന്നായിരുന്നു മൃതദേഹം കിട്ടിയത്. കോതോട് സ്വദേശികളായ ഷജിൻ ശശി, അക്ഷയരാജ്, അശ്വന്ത് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു. പാറക്കൽ രജീഷിന്റെ മൃതദേഹം അപകടം നടന്ന ദിവസം രാത്രി തന്നെ കണ്ടെത്തിയിരുന്നു. ബിപിൻദാസിന്റെയും അക്ഷയരാജിന്റെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആയിരങ്ങളാണ് ഇരുവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ഒഴുക്കിൽപ്പെട്ട വിഷ്ണുവിനെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ തുടരുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും പോലീസ് സംഘവും നാട്ടുകാരുമാണ് തിരച്ചിൽ നടത്തുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം സഹായധനമായി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റി. കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് തീവണ്ടിയാണ് പാളം തെറ്റിയത്. തീവണ്ടിയുടെ 9 ബോഗികളാണ് പാളം തെറ്റിയത്. പാളത്തിലെ വിള്ളലാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
ഇന്നലെ രാത്രി 11:55ഓടെയാണ് ശാസ്താംകോട്ടയ്ക്കും കരുനാഗപ്പള്ളിക്കും ഇടയിൽ മാരാരിത്തോട്ടം കല്ലുകടവ് പാലത്തിന് സമീപം ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയത്. പാളത്തിൽ നിന്ന് വഴുതിമാറിയ വാഗണുകൾ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലേക്ക് തെറിച്ചു വീണു. 9 വാഗണുകളാണ് പാളം തെറ്റിയത്. ഇതിൽ 6 പൂർണ്ണമായും മറിഞ്ഞു. ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയതോടെ ഇലക്ട്രിക് ട്രെയിനിൽ നിന്ന് തീഗോളങ്ങൾ ഉയർന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. ഈ ട്രെയിൻ കടന്നു വരുന്ന അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഭയങ്കര തീയും ഭയങ്കരമായ സൗണ്ടും. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഈ ലൈനെല്ലാം കൂടെ തെക്കോട്ട് ചായി. പാളത്തിലുണ്ടായ വിള്ളലാണ് അപകടത്തിന് കാരണമെന്ന് റെയിൽവേയുടെ എഫ്ഐആറിൽ സൂചനയുണ്ട്. സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്ന് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ പ്രകാശ് ഭൂട്ടാനി അറിയിച്ചു. കൃത്യസമയത്ത് ട്രെയിനുകളുടെയും പാളങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതാണ് അപകടം തുറക്കാതെയാകാൻ കാരണമെന്ന് കരുനാഗപ്പള്ളി MLA R. രാമചന്ദ്രൻ ആരോപിച്ചു. ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നിർവഹിക്കുന്നതിനോ പഴകിയ പാളങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കണ്ണൂർ എക്സ്പ്രസ് കടന്നുപോയതിന് തൊട്ടുപിന്നാലെയായിരുന്നു അപകടം സംബന്ധിച്ച് 2 കാരണങ്ങളാണ് റെയിൽവേ വിലയിരുത്തുന്നത്. ഒന്ന് റെയിൽവേ പാളത്തിലെ വിള്ളൽ, മറ്റൊന്ന് ഗുഡ്സ് വാഗണുകളിലെ വീലുകളുടെ തകരാർ. എന്തുതന്നെയാണെങ്കിലും കേരളത്തിലെ യാത്രക്കാരുടെ ജീവൻ വെച്ച് റെയിൽവേ പന്താടുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാരാരിത്തോട്ടത്ത് സംഭവിച്ചത്. മാരാരിത്തോട്ടത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ഇന്ത്യൻ റെയിൽവേക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. കേരളത്തിലെ റെയിൽവേ ട്രാക്കുകൾ പഴക്കം മൂലം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണെന്ന മാധ്യമ വാർത്ത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണം. അപകട ഭീഷണി ഉയർത്തുന്ന ട്രാക്കുകൾ യാത്രക്കാരുടെ ജീവനെടുക്കുമെന്നും നോട്ടീസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. വർഷങ്ങളോളം KPCC ആസ്ഥാനത്ത് ഡ്രൈവറായിരുന്ന അബ്ദുൽ കരീം ഇന്ന് രോഗശയ്യയിലാണ്. എന്നാൽ ശാരീരിക അവശതകളിലേറെ ഈ 79കാരനെ വിഷമിപ്പിക്കുന്നത് കോൺഗ്രസ് നേതാക്കളിൽ നിന്നുള്ള അവഗണനയാണ്. പണ്ട് അടുപ്പക്കാരായിരുന്ന നേതാക്കളാരും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കരീം പറയുന്നു. ഒരു ദുരിത കാഴ്ച കാണാം. രണ്ട് ദശാബ്ദക്കാലത്തിലേറെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ പല നിർണായക ചലനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചയാളാണ് അബ്ദുൽ കരീം. 1983 മുതൽ 2006 വരെ മുതിർന്ന നേതാക്കളുടെ എല്ലാം സാരഥിയായി KPCC ആസ്ഥാനത്ത് അബ്ദുൽ കരീം ഉണ്ടായിരുന്നു. അന്ന് അവരുടെയെല്ലാം അടുപ്പക്കാരനായിരുന്ന കരീം ഇന്ന് അവശനാണ്. MM ജേക്കബിന്റെ ഡ്രൈവറാണ് കയറുന്നത്. എല്ലാ കാര്യവും നേതാക്കന്മാരുടെ കൂടെയുള്ള എല്ലാ കാര്യവും ഓർമ്മയുണ്ട്. എല്ലാത്തിനും ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. ഇവരെയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് കൊള്ളരുതായ്മകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ കൊള്ളരുതായ്മയെല്ലാം ദൈവം തന്ന കൂലിയാണിതെനിക്ക്. വേറെ ഒന്നും പറയാനില്ല. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് മാസങ്ങളോളമായി കരീം കിടപ്പിലായിട്ട്. എന്നാൽ ശാരീരിക അവശതകളിലേറെ കരീമിനെ ഇന്ന് വിഷമിപ്പിക്കുന്നത് പഴയ സഹയാത്രികരായ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുള്ള അവഗണനയാണ്. 1 രൂപ തന്ന് സഹായിക്കാൻ ശരിയും നന്ദിയില്ലാത്ത ഒരുത്തൻ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് വന്നൊരു സങ്കടമുണ്ട്. AK ആന്റണി MBM ശ്രീരൻ. ഇന്ന് തന്നെ ഓർക്കുന്ന നേതാക്കളാരെങ്കിലും തേടിയെത്തുമെന്ന് കരീം പ്രതീക്ഷിക്കുന്നില്ല. അവഗണനകൾ സഹിച്ച് തിരുവനന്തപുരം വടയിലയിലെ കൊച്ചുവീട്ടിൽ പഴയ ഓർമ്മകളിൽ കഴിയുകയാണ് ഈ 79കാരൻ. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ഇടുക്കി പട്ടിശ്ശേരി ഡാം നിർമ്മാണത്തിനായി കുടിയിറക്ക് നോട്ടീസ് നൽകിയ ഇറിഗേഷൻ വകുപ്പിന്റെ തീരുമാനം തിരുത്തി റവന്യൂ മന്ത്രി. പ്രദേശത്തെ ഭൂരഹിതർക്ക് ഭൂമി കണ്ടെത്തി നൽകിയ ശേഷം മതി കുടിയിറക്കൽ നടപടിയെന്ന് മന്ത്രിയുടെ നിർദ്ദേശം. പ്രദേശത്തെ 15ഓളം കുടുംബങ്ങൾക്ക് തുണയായത് പീപ്പിൾ വാർത്തയാണ്. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈം അവസാനിക്കുന്നു. നമസ്കാരം. പാമ്പാർ അണക്കെട്ടിന്റെ ഭാഗമായ പട്ടിശ്ശേരി ഡാമിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പ്രദേശവാസികൾക്ക് കുടിയിറക്ക് നോട്ടീസ് നൽകിയത്. പുനരധിവാസ പദ്ധതികളില്ലാതെ ഡാം നിർമ്മാണത്തിന്റെ മറവിൽ സാധാരണക്കാർക്ക് കുടിയിറക്ക് നോട്ടീസ് നൽകിയ വാർത്ത പീപ്പിൾ TV റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് വിഷയത്തിൽ സർക്കാർ നിലപാട് സ്വീകരിച്ചത്. 15ഓളം നിർധന കുടുംബങ്ങൾക്ക് മാറി താമസിക്കാൻ ഇടം കണ്ടെത്തി നൽകിയ ശേഷം മതി കുടിയിറക്കലെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിച്ച ദേവികുളം സബ് കളക്ടർ പ്രദേശവാസികളുടെ ദുരവസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു. വേണ്ട രീതിയിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ അങ്ങനെ ഒരു ഒഴിപ്പിക്കൽ നടക്കാവുന്നൊരു നിർദ്ദേശം കളക്ടർ വഴി എനിക്ക് ലഭിക്കുകയും 14 വീടുകളിൽ 4ഓളം പേർക്ക് ഓൾറെഡി 0 ലാൻഡ് ടെസ്റ്റ് പ്രകാരം മറയൂർ ഭാഗങ്ങളിലായിട്ട് പട്ടയം കിട്ടിക്കഴിഞ്ഞു. ബാക്കി 8ഓളം കുടുംബങ്ങളെ ഇതിപ്പോഴും ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ഉചിതമായ സ്ഥലം കണ്ടെത്തി അവരിൽ ലഭിച്ച വിശദമായ റിപ്പോർട്ട് വില്ലേജ് ഓഫീസറിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടനെ അത് വെച്ച് ഗവൺമെന്റിലേക്ക് എഴുതുകയും അവർക്ക് വേണ്ട റീഹാബിലിറ്റേഷൻ പ്രോസസ് എന്താണെന്ന് പഠിച്ച് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം
ചെയ്യുകയും ചെയ്യും. കൂടിയാലോചനകളില്ലാതെ ഇറിഗേഷൻ വകുപ്പാണ് നോട്ടീസ് നൽകിയത്. പ്രദേശത്തെ വൻകിടക്കാരെയും റിസോർട്ടുകളെയും ഒഴിവാക്കി നടത്തിയ നടപടിയാണ് റവന്യൂ മന്ത്രി ഇടപെട്ട് നീതിപൂർവ്വം തിരുത്തിയത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി.